നമസ്കാരം. സംസ്ഥാനത്തെ കരിമണൽ ഖനനവും റെയർ എർത്ത് ഇടനാഴിയും സംബന്ധിച്ച വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മോണസൈറ്റ് സംസ്കരണത്തിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയ രേഖകൾ പുറത്ത്. LDF സർക്കാരിന്റെ കാലത്ത് അതീവ രഹസ്യമായും അതിവേഗത്തിലും നടന്ന ഈ നീക്കങ്ങൾ വലിയ ദുരൂഹതകളാണ് ഉയർത്തുന്നത്. തെലങ്കാനയിൽ അന്വേഷണം നേരിടുന്ന ഹൈദരാബാദ് കേന്ദ്രമായുള്ള വിവാദ കമ്പനിയെ തിരുകി കയറ്റാൻ വ്യവസായ വകുപ്പ് കാണിച്ച അമിതാവേശം അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നുവെന്നാണ് ആരോപണം. 2025 മോണസൈറ്റ് അടങ്ങിയ അപൂർവ ധാതു സംസ്കരണത്തിന് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ശ്രമം തുടങ്ങിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. അതിവേഗത്തിലായിരുന്നു പിന്നീടുള്ള നടപടികൾ. 2025 ജൂണിൽ താൽപര്യപത്രം ക്ഷണിക്കുകയും 2026 ജനുവരിയിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്ന നിർണായക ഇടവേളയിലാണ് ഈ വിഷയത്തിൽ വ്യവസായ വകുപ്പിന്റെ അന്തിമ അനുമതി ലഭിച്ചതെന്നത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഏപ്രിൽ 17 അനുമതി ലഭിച്ചതിന് പിന്നാലെ മെയ് 2 തെലങ്കാനയിലെ വിവാദ കമ്പനിയെ തെരഞ്ഞെടുത്ത് KML ഔദ്യോഗിക കത്തും നൽകി. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് വെറും 2 ദിവസം മുൻപ് മാത്രം ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് ഔദ്യോഗിക സംവിധാനങ്ങളെ മറികടന്നുള്ള ഇടപെടലുകൾ നടന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേന്ദ്ര ആണവോർജ്ജ മന്ത്രാലയത്തിന്റെ കർശനമായ അനുമതി ലഭിക്കും മുൻപേയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു കരാർ ഉറപ്പിച്ചത്. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിന് മാത്രമാണ് രാജ്യത്ത് മോണോസൈറ്റ് സംസ്കരണത്തിന് നിയമപരമായ അവകാശമുള്ളത്. ഈ ചട്ടം നിലനിൽക്കെയാണ് സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി നൽകിയ ഉത്തരവ് പുറത്തിറങ്ങിയത്. KML മാത്രം ഏകദേശം 19 ലക്ഷം ടൺ മോണോസൈറ്റ് ശേഖരമുണ്ടെന്നാണ് കണക്ക്. ഇതിന് ഏകദേശം 5000 കോടി രൂപയോളം വിപണി മൂല്യമുണ്ട്. ഇത്രയും വിലമതിപ്പുള്ള പ്രകൃതി വിഭവം സ്വകാര്യ കമ്പനിക്ക് തീരെഴുതി കൊടുക്കാൻ നടന്ന ഗൂഢാലോചന ഗൗരവമായി കാണേണ്ടതുണ്ട്. നിയോഡമിയം, തോറിയം, സ്കാൻഡിയം തുടങ്ങിയ അതീവ മൂല്യമുള്ള അപൂർവ ധാതുക്കൾ വേർതിരിക്കാനുള്ള പൈലറ്റ് പ്ലാന്റ് സ്ഥാപിക്കാനാണ് ഈ തെലങ്കാന കമ്പനിയെ തെരഞ്ഞെടുത്തത്. എന്നാൽ തെലങ്കാന സർക്കാരിന്റെ തന്നെ അന്വേഷണം നേരിടുന്ന ഒരു സ്ഥാപനത്തിന് ഇത്രയും സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു പദ്ധതി നൽകിയത് എന്തിനാണെന്ന ചോദ്യം ഉയരുകയാണ്. ധാരണാപത്രം ഒപ്പിടാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ കമ്പനി പ്രതിനിധികൾ അടുത്തിടെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നതായും വിവരമുണ്ട്. ഈ വിഷയത്തിൽ ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. മിഡ്വെസ്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി KML ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകൾ അസാധാരണമാണ്. ഖനനം നടത്താൻ കമ്പനിക്ക് പൂർണ്ണ അധികാരം നൽകുകയും അതിന്റെ വിലയോ അളവോ പിന്നീട് തീരുമാനിക്കുമെന്ന വ്യവസ്ഥയും കരാറിലുണ്ട്. ഇതെല്ലാം പദ്ധതിയുടെ മറവിൽ വൻതോതിലുള്ള കൊള്ള നടക്കുന്നുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപായി നടന്ന ധാതുമണൽ ഖനനത്തിലും മദ്യനയത്തിലും വലിയ അഴിമതി നടന്നുവെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു. കർണാടക, തെലങ്കാന ലോബികൾക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ടെന്നും വീര്യം കുറഞ്ഞ വിദേശ മദ്യത്തിന്റെ പേരിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. സർക്കാർ ഖജനാവിനെ ബാധിക്കുന്ന ഇത്തരം ഇടപാടുകൾക്ക് പിന്നിൽ പ്രബലരായ പലരുടെയും പങ്കുണ്ടെന്നാണ് സൂചന. അപൂർവ ധാതുക്കളുടെ സംസ്കരണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആണവോർജ്ജ വകുപ്പിന്റെ മേൽനോട്ടം വേണ്ട പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഈ ഏകപക്ഷീയമായ തീരുമാനം നിയമവിരുദ്ധമാണ്. ഭരണതലത്തിൽ ഉയർന്ന തലത്തിലുള്ളവരുടെ അറിവോടെയല്ലാതെ ഇത്തരമൊരു കരാർ യാഥാർത്ഥ്യമാകില്ലെന്നത് ഉറപ്പാണ്.